ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയ 25% തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. 5 തവണ ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും ധാരണയിലെത്തിയില്ല. കാനഡയ്ക്ക് മേലുള്ള തീരുവ 35% ഉയർത്തി റഷ്യയ്ക്ക് മേൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. വിവരങ്ങളുമായി അജയ് സുധാ ബിജുവാണ് നമുക്കൊപ്പം ചേരുന്നത്. അജയ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഓഗസ്റ്റ് 1 മുതൽ ഉയർത്തിയ തീരുവ, അധിക തീരുവ 25% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മുകളിൽ വരികയാണ്. ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മറ്റ് ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾക്കും മുകളിലെല്ലാം ഈ തീരുവ ബാധകമാകുന്നത് ഏത് തരത്തിലൊക്കെ നമ്മളെയും സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യയിലെ കർഷകരെയും സംരംഭകരെയും വ്യവസായികളെയും വ്യാപാരികളെയും ഒക്കെ ബാധിക്കുമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തതാണ്. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളും സമാനമായ രീതിയിൽ പല തട്ടിലാണ് ഈ തീരുവ, അധിക തീരുവ ചുമത്തപ്പെട്ടിരിക്കുന്നത്. അതും ഇന്നാണ് പ്രാബല്യത്തിൽ വരുന്നത്. എങ്ങനെയാണ് സമഗ്രമായ ഒരു വിശദാംശം? ഡൊണാൾഡ് ട്രംപ് ഇതിനു മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഓഗസ്റ്റ് 1-ാം തീയതിക്ക് മുൻപേ തങ്ങളുമായി ഒരു വ്യാപാര കരാറിൽ എത്താൻ സാധിക്കാത്ത രാജ്യങ്ങൾക്ക് തങ്ങൾ ശക്തമായിട്ടുള്ള തീരുവ ചുമത്തും എന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് തീരുവ പ്രാബല്യത്തിൽ വരുന്നത്. ഇന്നു മുതലാണ് ആ പുതിയ തീരുവകൾ പ്രാബല്യത്തിൽ വരുന്നതായി അറിയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്ക് 25%, അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ അടയ്ക്കേണ്ടി വരും. ഇന്ത്യ ഇതിനു മുൻപേ അമേരിക്കയുമായി 5 തവണ ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ എല്ലാ ചർച്ചകളും പരാജയപ്പെട്ടിരുന്നു. പ്രധാനമായിട്ടും ഡൊണാൾഡ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് തന്നെയാണ്. അതുമാത്രമല്ല, റഷ്യയുമായി ആയുധങ്ങൾ വ്യാപാരം ചെയ്യുന്ന റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധം, അത് ട്രംപിനെ വളരെയധികം ചൊടിപ്പിക്കുന്നുണ്ട്. ഈ യുദ്ധം, ഒരു യുദ്ധ കുറ്റവാളിയായിട്ടുള്ള റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യവുമായി ഇന്ത്യ ഇത്രയധികം ഒരു സൗഹൃദം പുലർത്തുന്നത് അത് തങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ നമ്മളിപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ ഒരു താരിഫ് നയങ്ങൾ, അത് അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ളത് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനുമായി നിലവിൽ അവരൊരു കരാറിൽ എത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, പാകിസ്ഥാനിലെ എണ്ണപ്പാടങ്ങൾ അത് അമേരിക്ക മുൻകൈയെടുത്ത് വികസിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് അദ്ദേഹം ഒരു പോസ്റ്റും എക്സ് അക്കൗണ്ടിൽ ഒരു പോസ്റ്റും ഇട്ടിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് പാകിസ്ഥാന് മേൽ ഇതിനു മുൻപ് ചുമത്തിയിരുന്നത് 29% താരിഫായിരുന്നു. അത് നിലവിൽ 19% കുറച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് കാനഡയ്ക്ക് മേലിലാണ്. കാനഡയ്ക്ക് ഇതിന് മുൻപേ ചുമത്തിയിട്ടുള്ളത് 25% തീരുവയായിരുന്നു. അതിപ്പോൾ നിലവിൽ 35% ഉയർത്തിയിട്ടുണ്ട്. കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന അനധികൃതമായിട്ടുള്ള മയക്കുമരുന്ന് അത് കാനഡ സർക്കാരിന് തടയാനാകുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുവയുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് അമേരിക്ക നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ഇതൊരു പുതിയ തീരുമാനമാണ്. മാത്രമല്ല, അമേരിക്ക വർഷങ്ങളായിട്ട് കാനഡയുമായി അടുത്ത സൗഹൃദം പുലർത്തുന്നു. താനും വളരെയധികം കാനഡയെ സ്നേഹിക്കുന്നു. എന്നാലും കാനഡ അമേരിക്കയെ വളരെ മോശമായിട്ടാണ് വർഷങ്ങളായി ട്രീറ്റ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പല രാജ്യങ്ങൾക്ക് മേൽ ഇപ്പോൾ താരിഫ് ചുമത്തിയത് ഇന്നു മുതൽ നിലവിൽ വന്നിട്ടുള്ളതാണ്. മെക്സിക്കോയ്ക്ക് മേൽ ചുമത്തുന്ന താരിഫ് അത് അവരുമായി നിലവിലൊരു വ്യാപാര കരാർ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ 90 ദിവസം കഴിഞ്ഞിട്ടേ ഇത്തരത്തിലൊരു താരിഫ് നയവുമായി മുന്നോട്ട് പോകൂ എന്നാണ് ട്രംപ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. മറ്റിപ്പോൾ ബംഗ്ലാദേശ്, ബംഗ്ലാദേശ് അതുപോലെ ശ്രീലങ്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾക്ക് മേൽ 20% താരിഫ് ചുമത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ UK മേൽ 10% താരിഫ് ചുമത്തിയിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയ്ക്ക് മേൽ 30% താരിഫ് ചുമത്തി. ഇത്തരത്തിൽ 10% മുതൽ 41% വരെ താരിഫാണ് വിവിധ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. ഇന്ത്യക്ക് മേലുള്ളത് 25% താരിഫാണ്. അതിൽ എന്തൊക്കെ തരത്തിലുള്ള ഒരു പ്രത്യാഘാതം അത് ഇന്ത്യൻ വിപണിയിൽ ഉണ്ടാക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ ട്രേഡ് മാർക്കറ്റ് ഇടിയുന്ന പോലെയുള്ളൊരു സ്ഥിതിഗതികളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ നമുക്ക് ഒരു സാമ്പത്തിക വ്യവസായത്തിൽ തന്നെ അത് എന്തൊക്കെ തരത്തിലുള്ള ഇനി ഏത് തരത്തിൽ ഈ ട്രംപിന്റെ പകരച്ചുങ്ക കുരുക്കിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വരിഞ്ഞു മുറുകപ്പെടുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം. അജയ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ അത് ഇന്ത്യൻ ഓഹരി വിപണിയെ പ്രതികൂലമായി ബാധിച്ചത് നമ്മൾ കണ്ടതാണ്. രൂപയുടെ മൂല്യം ഇടിഞ്ഞത് നമ്മൾ കണ്ടതാണ്. എന്തായാലും അത്തരത്തിൽ വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല. അതിനുവേണ്ട പ്രതിരോധങ്ങൾ തീർക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയ ഒരു സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. എന്തായാലും അതിൽ പ്രതീക്ഷ അർപ്പിക്കാം. ഒരു കാര്യം കൂടിയുണ്ട് അജയ്, മറ്റൊന്ന് അന്താരാഷ്ട്ര തലത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹമാസിനെതിരെ വളരെ രൂക്ഷമായ വിമർശനവുമായി
വിമർശനവുമായി ട്രംപ് രംഗത്തേക്കെത്തിയ ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഈ ഗാസയിലെ ജനങ്ങൾ പട്ടിണി നേരിടുന്നുണ്ടെന്നും ഹമാസ് ഈ ഭക്ഷണം തട്ടിയെടുക്കുകയാണ്, ട്രംപ് അയക്കുന്ന സഹായങ്ങൾ, അമേരിക്ക അയക്കുന്ന സഹായങ്ങളെല്ലാം ഇത്തരത്തിൽ ഹമാസ് തട്ടിയെടുക്കുകയാണ് എന്നുള്ളതാണ് വലിയ രൂക്ഷ വിമർശനമായി ഇപ്പോൾ ട്രംപ് ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യം. വിശദാംശങ്ങൾ അതിൻ്റെ കൂടി. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നോക്കുകയാണെങ്കിൽ ഗാസയിൽ ഇപ്പോൾ പട്ടിണി മരണങ്ങൾ അത് വ്യാപകമായതിന് പിന്നാലെ അമേരിക്ക ഇപ്പോൾ ഗാസയ്ക്ക് മേലുള്ള ഒരു നയത്തിൽ അത് ചെറിയൊരു അയവ് കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസിൽ തന്നെ അത് രൂക്ഷമായിട്ട് ഇക്കാര്യത്തിൽ ഒരു വിമർശനമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രസ്താവനയെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഈ ഗാസയിൽ ഈ പട്ടിണി മരണങ്ങൾ ഇല്ല, അതിന് തക്കതായിട്ടുള്ള പ്രതിവിധികൾ ഇസ്രായേൽ ചെയ്യുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിരാകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഗാസയിൽ തീർച്ചയായിട്ടും ഭക്ഷണ പ്രതിസന്ധി നേരിടുന്നുണ്ട്, അവിടെ തീർച്ചയായിട്ടും ആളുകൾ പട്ടിണി നേരിടുന്നുണ്ട് എന്ന് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. ഇപ്പോൾ തൊട്ടടുത്ത ദിവസം ഒരു ഇപ്പോൾ അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇട്ടത് വഴിയാണ് ഹമാസ് ജനങ്ങളുടെ ഭക്ഷണം തട്ടിയെടുക്കുന്നുവെന്നും ഹമാസ് എത്ര വേഗം കീഴടങ്ങുന്നു അത്ര വേഗം. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ തുടക്കത്തിൽ പ്രേക്ഷകരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് നമുക്കൊപ്പം ഒരു അതിഥി ചേരുന്നുണ്ട് എന്നുള്ളത്. മറ്റാരുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെയാണ്. ഇന്നലെ അദ്ദേഹം ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരുന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ മധ്യവേനൽ അവധി അത് ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റിയാൽ കുറച്ചുകൂടി നന്നാകില്ലേ എന്ന തരത്തിലാണ് അദ്ദേഹം ഒരു ചർച്ച തുടങ്ങി വെച്ചത്. അപ്പോൾ പൊതുജനങ്ങൾക്ക് അഭിപ്രായം പറയാം. രക്ഷകർത്താക്കളുടെയും പൊതുജനങ്ങളുടെയും അധ്യാപകരുടെയും ഒക്കെ അഭിപ്രായം പരിഗണിച്ച് മാത്രമേ അത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളുന്നതിലേക്ക് കടക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സമയമായിരുന്നു അനുവദിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കമന്റായി അടക്കം ഒരുപാട് അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ. അപ്പോൾ നിലവിൽ ആ തുടങ്ങിവെച്ച ചർച്ചയുടെ സാഹചര്യം അത് എവിടെ വരെ എത്തി എന്നുള്ളത് നമുക്ക് മന്ത്രിയോട് തന്നെ ചോദിക്കാം. വിദ്യാഭ്യാസ മന്ത്രി നമുക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം മിനിസ്റ്റർ ന്യൂസ് 18 കേരളത്തിലേക്ക്. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ചർച്ച എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വളരെ ആകാംക്ഷയോടെ അറിയേണ്ട ഒരു കാര്യം. അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഒരുപാട് കമന്റുകൾ ഇതിനോടകം വന്നതൊക്കെ നമ്മൾ കണ്ടു. എങ്ങനെയാണ് മിനിസ്റ്റർ വിലയിരുത്തുന്നത്? കൂടുതൽ അനുകൂലിച്ച ആളുകളാണോ അതോ പ്രതികൂലിച്ച ആളുകളാണോ? അല്ല, ഇതിലിപ്പോൾ ഒരു വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കേണ്ട കാര്യമല്ല. ഞാനിതൊരു ഔദ്യോഗിക കാര്യമായിട്ടല്ല പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, വ്യക്തിപരമായ അഭിപ്രായമാണ്. കാരണം കഴിഞ്ഞ 4 വർഷക്കാലത്തെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നതിന് വേണ്ടി തയ്യാറായത്. ഇത് 47 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ മേഖലയിലും നിഷ്പക്ഷമായുള്ള ഒരു ചർച്ച ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ആ ചർച്ചയുടെ ഫലമായി നമുക്ക് വരേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് 1% മുന്നിൽ നിൽക്കുന്ന അഭിപ്രായം, ആ അഭിപ്രായം കുട്ടികൾക്ക് ഗുണമാവണം. ഏത് തീരുമാനം എടുത്താലും കുട്ടികൾക്ക് അത് ഗുണമാകണം എന്നുള്ള നിലയിലുള്ള നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മുടെ ഐക്യകേരള രൂപീകരണത്തിന് ശേഷം ഒരു പ്രാവശ്യം മറ്റോ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.